ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവോണം മുറ്റത്തെത്തി. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ഓണത്തിനായി നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങിയാലും അവസാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറക്കും. അങ്ങനെ മറന്ന എല്ലാ സാധനങ്ങളും ഓടി നടന്ന് വാങ്ങാനുള്ള ദിവസമാണ് ഉത്രാടം. ഓണത്തിന്റെ ആവേശം പരകോടിയിലെത്തുന്ന ഉത്രാട ദിനത്തിലാണ് നഗരത്തിലും നാട്ടിൻപുറത്തും ആൾക്കൂട്ടം നിരത്തിലേക്ക് ഒഴുകുന്നത്. സദ്യക്കുള്ള കൂട്ടുകൾ, ഓണക്കോടികൾ, പൂക്കൾ എന്നിങ്ങനെ മറന്നുപോയതും മാറ്റിവെച്ചതുമായ എല്ലാ സാധനങ്ങൾക്കുമായി. കുഞ്ഞു വഴിയോര കടകൾ മുതൽ വലിയ വ്യാപാരശാലകൾ വരെ ഓണത്തിന് ഏറെ മുമ്പേ തന്നെ ഒരുങ്ങും. എന്നാൽ ഏറ്റവുമധികം കച്ചവടം നടക്കുക ഉത്രാട ദിവസം തന്നെ. തിരുവോണ ദിവസം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ചെലവഴിക്കാൻ നമ്മൾ പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. കാണം വിറ്റും ഓണമുണ്ണുന്നവരാണ് മലയാളികൾ എന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി വസ്ത്രങ്ങളും പലവ്യഞ്ജനങ്ങളും വാങ്ങാൻ എല്ലാവരും കടകളിലേക്ക് ഓടിയെത്തും. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി നിരത്തിലിറങ്ങുന്നവർ ഇന്ന് നഗരങ്ങളെ വീർപ്പുമുട്ടിക്കും. പൂക്കൾ മുതൽ വസ്ത്രവും ഓണത്തപ്പനും കലങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ നിരത്തിവെച്ച ഓണവിപണിയിലേക്ക് ഇറങ്ങുന്നത് മലയാളികൾക്ക് എന്നും ആവേശമാണ്. അത്തം തുടങ്ങി 9ാം ദിനമായ ഉത്രാടം തിരുവോണ ദിനം പോലെ തന്നെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ചിലയിടങ്ങളിൽ ഏറ്റവും വലിയ പൂക്കളം ഇടുന്നതും ഉത്രാടത്തിനാണ്. ഈ പൂക്കളം തിരുവോണം വരെ സൂക്ഷിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ഷഹദ് റഹ്മാനും എറണാകുളത്ത് മാർക്കറ്റിൽ നിന്ന് ആൻമരിയും ചേരും. ഡൽഹിയിലെ INA മാർക്കറ്റിൽ നിന്ന് വിനീത വിജിയും ഈ ഉത്രാട ദിനത്തിലെ ഒരുക്കങ്ങളുടെ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ ചേരുകയാണ്. റിനു, തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ അത് ജനനിബിഡമായോ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. എന്താണ് തിരുവനന്തപുരത്തെ ഉത്രാട ദിന വിശേഷങ്ങൾ? വിജയകുമാർ, ഉത്രാടം എത്തി, തിരുവോണം എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അനന്തപുരി ആവേശത്തിലാണ് ഓണത്തെ വരവേൽക്കുവാൻ. ഞാൻ നിൽക്കുന്നത് ചാല മാർക്കറ്റിന് തൊട്ട് സമീപത്തുള്ള പഴവങ്ങാടിയിലാണ്. നമുക്ക് കാണാൻ ഈ രാമേന്ദ്ര റോഡിലേക്ക് കാണാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലെ തിരക്ക്. ഒരു പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര തിരക്ക്. അല്പസമയം കൂടി കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് തിരക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനവട്ട ഒരുക്കങ്ങൾ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിലാണ്. എല്ലാം വാങ്ങി ഓണം ആഘോഷിക്കുവാനുള്ള ഒരു തിരക്കിലാണ്. അമ്മ, ഓണം എത്തി, എല്ലാം കരുതിയിട്ടുണ്ടോ? പറഞ്ഞോളൂ, എല്ലാം കരുതിയിട്ടുണ്ടോ? പായസമൊക്കെ എത്ര തരാം? 2 തരം പായസമാണ്. ഓണം അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. വിജയകുമാർ, വലിയ തിരക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ റോഡിൽ വലിയ ആവേശം കൊട്ടിക്കയറി വരുമെന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് പ്രധാനമായും ചാല മാർക്കറ്റിലും പഴവങ്ങാടിയിലും അതുപോലെ തന്നെ പാളയം കണ്ണിമേര മാർക്കറ്റിലും ഒക്കെയാണ് ഈ ജനത്തിരക്ക് എത്തുന്നത്. മഞ്ഞക്കോടിയും അതുപോലെ തന്നെ മഞ്ഞമുണ്ടും ഷർട്ടും ഒക്കെ തന്നെ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള, ഒപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കൂട്ടുവാനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് എല്ലാവരും. എന്തായാലും അല്പസമയം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ആവേശം അലതല്ലുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ചേട്ടാ, ഉത്രാടത്തിന് എല്ലാം കരുതിയിട്ടുണ്ടോ? നാളെ തിരുവോണാഘോഷം തീർച്ചയായിട്ടും എല്ലാം വാങ്ങി. എവിടെന്നാ വരുന്നത്? ഞാൻ ഉരുട്ടമ്പലം. എന്തൊക്കെ പ്രത്യേകതയായി ഇപ്രാവശ്യത്തെ ഓണത്തിന് ആഘോഷത്തിൽ? വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഇത്തിരി നല്ല ഹാപ്പി പോലെ. ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. വിജയകുമാർ, ഓണത്തെ വരവേൽക്കുവാൻ വേണ്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഈ മാർക്കറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരി റിനു, അവിടുത്തെ തിരക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്ക് ഇപ്പോൾ റിനു നിൽക്കുന്ന ആ സ്ഥലത്തൊന്നും ഒരാൾക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റുന്ന അവസ്ഥയുണ്ടാവില്ല. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ കാണാം അവിടുത്തെ തിരക്ക്. നമ്മൾ തിരുവനന്തപുരത്തു നേരെ കോഴിക്കോടേക്ക് പോകുന്നു. മിഠായി തെരുവിൽ നിന്നാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകുന്നത്. ഷഹദ്,
ഓണത്തിന് എല്ലാം വാങ്ങിയോ ഷഹദ്? അതോ വാങ്ങാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത് മടങ്ങാം അങ്ങനെ കരുതി ഇവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഷഹദിന്റെ നിൽപ്പ് കണ്ടിട്ട്. വിജയകുമാർ, ആദ്യം തന്നെ ഹാപ്പി അഡ്വാൻസ് ഓണം. മിഠായി തെരുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുക മിഠായി തെരുവിലേക്കാണ്. കാരണം മിഠായി തെരുവിലാണ് കോഴിക്കോടിൻ്റെ ഒരു സ്പന്ദനം അറിയാൻ സാധിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യമേ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു, നമ്മളൊക്കെ ഓണത്തിന് സെറ്റാണ്, ഫുൾ വൈബിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, അതായത് രാവിലെ ഒന്നും വലിയ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം നല്ല അടിപൊളി തിരക്കിലേക്ക് കോഴിക്കോട് മിഠായി തെരുവ് അതിൻ്റെ യഥാർത്ഥ മുഖത്തിലേക്ക് പോവുകയാണ്. ചെരുപ്പ് കടയിലാകട്ടെ, അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കടയിലാകട്ടെ, എല്ലാ കടയിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങി. കാരണം രാവിലെയൊക്കെ ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. ഒന്ന് നിങ്ങൾ ആ സ്റ്റൈലിലൊന്ന് വിളിക്കണം. ഓക്കെ. ഷർട്ടുകളൊക്കെ 350, ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് ഷർട്ടുകളൊക്കെ 350 രൂപ കാലൊക്കെ. ഏത് ഷർട്ടിനും ഒരേ വില. അടിക്കുള്ള കാശിന് ബ്രാൻഡ് ഷർട്ടുകളൊക്കെ മിഠായി ഓഫർ മാറുന്ന ഓണക്ക് ഓണ സമ്മാനം ആവശ്യക്കാർ അടുത്തേക്ക് പോയി. എങ്ങനെയുണ്ട് ഓണം വൈബ്? എങ്ങനെ ഓണം വൈബ്? അടിപൊളി തന്നെ. കച്ചവടം എങ്ങനെ? അൽഹംദുലില്ലാ അച്ഛൻ തന്നെ. ആണ് മഴ പ്രശ്നമാണോ? അതൊരു പ്രശ്നമില്ല, ഇത്തരം ഒരു കുഴപ്പമില്ല. എല്ലാവരും ജനങ്ങൾ അടിച്ചു കയറി വരാണെന്ന്. വരട്ടല്ലേ? അതെ, വരട്ടെ. അതായത് ജനങ്ങളൊക്കെ അടിച്ചു കയറി വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് മിഠായിത്തെരുവിൽ വരുമ്പോൾ കാണുന്ന കുറെ അധികം മുഖങ്ങളാണ്. ഇവിടുത്തെ ഒരു കച്ചവടം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വൈബാണ്. കാരണം ഇവർ ആളുകളെ കടയിലേക്ക് വിളിച്ച് കയറ്റുന്ന രീതി, അതുപോലെ തന്നെ ആളുകളെ ക്ഷണിക്കുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്, വൈബാണ്. അതൊക്കെ നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിൽ വന്നാൽ തന്നെ കാണുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കായിരുന്നു. ഇപ്പം മഴയൊക്കെ പൂർണ്ണമായിട്ട് മാറി നിന്നിട്ടുണ്ട്. ഇപ്പം വീണ്ടും മിഠായിത്തെരുവ് അതിന്റെ ആ വൈബിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തും. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകർ എത്തും. ശരി ഷഹദ്, മിഠായി തെരുവിലാണ് ഷഹദ് തുടരുന്നത്. സാധാരണ കച്ചവടക്കാരൊക്കെ പോരാ, കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ മിഠായി തെരുവിലെ കച്ചവടക്കാർ ഇതാ ഉത്രാട ദിവസം ഉച്ചയായപ്പോഴേക്കും ഗംഭീരമാണ്, നല്ല കച്ചവടമാണെന്ന് വളരെ നിറഞ്ഞ മനസ്സോടെ പറയുന്നുണ്ട്. അത് കൊള്ളാം, നന്നായി നടക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനിയും എറണാകുളത്തേക്കാണ് കോഴിക്കോട്ട് നിന്ന് വരുന്നത്. ആൻമരിയ ചേരുന്നുണ്ട്. രാവിലെ 2-3 തവണ കാര്യമായി മഴ പെയ്തായിരുന്നു എറണാകുളത്ത് പലയിടത്തും. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയുമുണ്ട്. ഇപ്പോഴെന്താണ് ഈ മഴ രാവിലെ പെയ്തതൊക്കെ വിപണിയെയും കച്ചവടക്കാരെ ഉത്രാടപ്പാച്ചിലിനെ തിരക്കിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? വിജയകുമാർ, രാവിലെ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊന്നും അത് ഓണത്തിനൊരു തടസ്സമായിട്ടുണ്ടാവുകയില്ല. ഉത്രാടപ്പാച്ചിലിന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മഴയൊന്നും തടസ്സമാകുന്നില്ല എന്ന് കാണിക്കുന്നതിനുള്ള തെളിവാണ് ഈ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മഴ പെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ വെയിലാണെങ്കിൽ പോലും അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്ന് കാണിച്ചുകൊണ്ട് കൊടയൊക്കെ കയ്യിൽ കരുതി മഴക്കോട്ടൊക്കെ ആയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാധാരണ ഈ ഓണത്തിന് മാത്രമല്ല, എല്ലാ സമയത്തും ഈ രീതിയിലുള്ള തിരക്കുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം മാർക്കറ്റ്. മഴ പെയ്തപ്പോൾ ചെറിയൊരു രീതിയിൽ ആളുകളുടെ ഒരു കുറവുണ്ടെങ്കിൽ പോലും അതൊക്കെ നികത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ആ വെയിലൊക്കെ തെളിഞ്ഞതോടുകൂടി ആളുകൾ വീണ്ടും വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ മേടിക്കുന്ന കാണാം, വലിയ തിരക്ക് പച്ചക്കറികളുണ്ട്. ഒരാൾക്ക് എടുത്തു കൊടുത്ത് കഴിയുമ്പോഴത്തേനും ആയിരിക്കും അടുത്തയാൾ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ പയർ മേടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നു. അങ്ങനെ കുറച്ചുപേര് മേടിച്ചിട്ട് പുറകിലേക്ക് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് മറന്നു പോകുന്നത്. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഇപ്പോൾ കുറവാണ്. ഓണത്തിന് തിരക്കായിരുന്നു പറഞ്ഞാൽ ഈ പ്രാവശ്യം ഓണം ഇല്ലായിരിക്കും. കച്ചവടം ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് എല്ലാം തുടങ്ങിയ കാരണം മാർക്കറ്റിലേക്ക് ഇപ്പൊ ആള് വന്നില്ല. കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാണ്. കഴിഞ്ഞ വർഷത്തിനും കുറവാണ്, ഭയങ്കര കുറവ് ഈ പ്രാവശ്യം. അന്നല്ല വിലയും കുറവാണ് എല്ലാത്തിനും. ആൾക്കാരും കയറുന്നില്ല. അങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അത്രയും തിരക്കൊന്നും ഇല്ല. കാരണം ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ളതൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് കച്ചവടത്തെ ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് എറണാകുളം മാർക്കറ്റിലെ മുഴുവനായിട്ടുള്ള കാഴ്ചകളാണ്. അത് കണ്ട ആളുകളെല്ലാം സാധനങ്ങൾ വിലപേശി മേടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചേച്ചി, എല്ലാ സാധനങ്ങളും അവരൊക്കെ ചെറിയ ചമ്മലോട് കൂടിയൊക്കെ മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ അതൊക്കെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കുകൊണ്ടായിരിക്കും. നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ സമയം കൂടെ അവർക്ക് കടന്നു പോവുകയാണല്ലോ. കാരണം അത്രയധികം തിരക്കിങ്ങനെ വരും മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ, ഇതാണ് മൊത്തത്തിൽ എറണാകുളം ജില്ലയുടെ മൊത്തത്തിലുള്ള കാഴ്ച. അത് എറണാകുളം മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലാണ് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുക. തൃപ്പൂണിത്തറയിലെ ആവേശവും അവിടുത്തെ തിരക്കുകളും ഒക്കെ റാഫി നമ്മളെ രാവിലെ കാണിച്ചതാണ്. ഇനി വരും മണിക്കൂറുകൾ, അതായത് വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം മാർക്കറ്റിലേക്ക് നമുക്ക് അടുക്കാൻ പോലും കഴിയത്തില്ലാത്ത തിരക്കായി. ശരി ആൻമരിയ, അവിടെ വലിയ തിരക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവിടെ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. വലിയ തിരക്ക്, റോഡൊക്കെ ആകെ ബ്ലോക്ക് ആവും. ഇന്നലെ വൈകിട്ടൊക്കെ
യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിൽ റോഡുകളിൽ വലിയ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെട്ടതാണ്. ഇപ്പം ഓണത്തിന് ഏതായാലും കാര്യമായ മഴയുണ്ടാവില്ല എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നത്. ഇന്നിപ്പോൾ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ യെല്ലോ മുന്നറിയിപ്പുള്ളൂ. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പൊന്നും ഉത്രാട ദിവസമില്ല. നാളെയും ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കും. നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. INA മാർക്കറ്റിലാണ് വിനീത VG ഉള്ളത്. ഡൽഹി മലയാളികളുടെ ഓണാഘോഷത്തെ പറ്റി വിനീത അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. വിനീത, ഡൽഹിയിലെ മലയാളികൾ എത്തുന്ന മലയാളികൾക്ക് വേണ്ടതൊക്കെ ഓണക്കോടിയും ഓണവിഭവങ്ങൾ ഒരുക്കാനുള്ള സാധന സാമഗ്രികളും ഒക്കെ എത്തിക്കുന്ന വിപണികളിൽ വലിയ തിരക്കാണോ? എന്താണ് ഡൽഹി മലയാളികളുടെ ഓണപ്രതീക്ഷകളും ആഘോഷവിശേഷങ്ങളും? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം ഏതാണെങ്കിലും മാർക്കറ്റ് INA എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, പച്ചക്കറികളാകട്ടെ, അതിന് ഈ പഴവർഗ്ഗങ്ങളാകട്ടെ, ഡ്രസ്സാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സുലഭമായി ലഭിക്കുന്നത് ഈ INA മാർക്കറ്റിലെ ഉള്ള കടകളിൽ തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഇതിനോടകം തന്നെ മാർക്കറ്റുകളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നു. വലിയ തിരക്കാണ്. ചേച്ചി മുരിങ്ങയ്ക്കൊക്കെ വാങ്ങിയിട്ട് പോവാണ്. ചേച്ചി എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങി, കുഴപ്പമില്ല, നല്ല ഓണാഘോഷിക്കാം. ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ? വീട്ടിൽ പോകുമ്പോൾ മറന്ന് തിരിച്ചു വരേണ്ടി? സാധനമാണ് ഇപ്പൊ വാങ്ങിയിരിക്കുന്നത്, മുരിങ്ങയ്ക്ക. ബാക്കി എല്ലാം വാങ്ങിച്ചു. അവിയല് സാമ്പാറൊക്കെ മുരിങ്ങയ്ക്കില്ലാണ്ട് എങ്ങനെയുണ്ട്? അതെ അതെ. എങ്ങനെയുണ്ട്? നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല? നാട്ടിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം പോയിട്ട് വന്നേ ഉള്ളൂ. ഇനി ഓണം കഴിഞ്ഞു പോകും. ഓണം നമ്മൾ നാട്ടില് എത്താൻ പറ്റിയില്ലെന്നുള്ളൊരു വിഷമം ഇവിടെ ഞങ്ങള് കൂടുതലും ഇവിടെയാണ് വളർന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന് 10-32 വർഷമായി. ഇപ്പോൾ അവിടെ കൂടുതൽ നാട്ടിൽ അല്ല, ഇവിടെയാണ് കൂടുതൽ വളർന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ എല്ലാം കിട്ടും, എല്ലാത്തരം പച്ചക്കറികളും. ഒരു കുറവില്ലാണ്ട് അങ്ങനെ ഓണാഘോഷം? ഒരു കുറവില്ലാണ്ട് ഓണം ആഘോഷിക്കേണ്ട എന്നും ഓണാണെന്ന് പറയാം. നമ്മൾ ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 1-2 ദിവസം കൊണ്ടല്ല, നമുക്കിങ്ങനെ അസോസിയേഷനുകളുടെ ഓണമുണ്ട്, മലയാളി കൂട്ടായ്മകളുടെ ഓണമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആഘോഷത്തിൽ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. തീർച്ചയായും വിജയകുമാർ, ഇതാണ് നമ്മുടെ INA മാർക്കറ്റിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ, അതിൽ കൂടുതലും പച്ചക്കറികളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ തന്നെയാണ് എത്തുന്നത്. അങ്ങനെയുള്ള പച്ചക്കറികൾ, ഈ ഉപ്പേരികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ മാർക്കറ്റുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു വെയിലുണ്ട്, ഒരു പക്ഷേ ഒരല്പ സമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരും. ചേട്ടാ, എങ്ങനെ പച്ചക്കറിയൊക്കെ ഓക്കെ എല്ലാം ഉണ്ട്, നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ശരി വിനീത, എന്തായാലും അവിടെ ഡൽഹിയിൽ INA മാർക്കറ്റിലാണ്. അവിടെയും നല്ല കച്ചവടം. മലയാളികളൊക്കെ അവിടെ കൂട്ടമായി എത്തി സാധന സാമഗ്രികളൊക്കെ വാങ്ങി വീടുകളിലേക്ക് പോവുകയാണ്. ഡൽഹി മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. അവിടെ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉത്രാട സദ്യ ഒരുക്കിയിരിക്കുകയാണ് DYFI. അരുൺ രാജ് വിവരങ്ങൾ നൽകും. അവിടെ നിന്ന് ജില്ലാ ആശുപത്രി പരിസരത്തു നിന്നാണ് അരുൺ ചേരുന്നത്. അരുൺ, അവിടെ DYFIയുടെ ഉത്രാട സദ്യയിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ വന്ന് വളരെ സന്തോഷത്തോടെ ഉത്രാട സദ്യ ഉണ്ണുകയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ആശുപത്രിയിൽ കിടക്കുന്നവരും ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവരും അടക്കം ഉള്ളവർക്ക് സദ്യ ഒരുക്കുകയാണ് DYFI. നമ്മൾ ഈ കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ സദ്യ, ഉത്രാട സദ്യ ഇപ്പോൾ ഒരുക്കുന്നത്. 2 ദിവസം ഇത്തരത്തിൽ സദ്യ ഉണ്ടാകും എന്നുള്ളതാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയ ചിന്താ ജെറോം അടക്കമുള്ളവർ ഇത് വിളമ്പിക്കൊടുത്തുകൊണ്ടാണ് ഈ സദ്യ ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതാണ്. ഇതുവരെയുള്ള വർഷങ്ങളിൽ ഓണത്തിന് മാത്രമായിരുന്നു ഇതുപോലെ തൂഷനിലയിട്ട ഉള്ള ഒരു സദ്യ. ഇത്തവണ നമ്മൾ ഉത്രാടത്തിനൂടെ അത്തരത്തിൽ സദ്യയാക്കി. ഇപ്പോൾ 2 റൗണ്ട് കഴിഞ്ഞു, 3ാമത്തെ റൗണ്ടാണ്. രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാവരും ജില്ലാ ആശുപത്രിയിലുള്ള മുഴുവൻ ആളുകൾക്കും പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുള്ള സദ്യ നൽകുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല റൗണ്ടുകളിലായി എത്തുന്നുണ്ട്. DYFIയുടെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് അരുൺ ബാബു. നമ്മൾ ഒരു ഊണ് സദ്യ അടക്കം ഒരുക്കിയാണ്. അതെ, നമ്മുടെ മലയാളിയുടെ എല്ലാ വിശേഷങ്ങളിലും DYFI ഒപ്പമുണ്ട്. അവരുടെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും DYFI ഒപ്പമുണ്ട്. അതാണ് ഈ ഓണാഘോഷത്തിൽ നമ്മൾ ഇവരോടൊപ്പം കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ ഹോസ്പിറ്റലിൽ ഇവിടെ വരുന്ന ആളുകളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലുണ്ട്. അത് ഉത്സവ അന്തരീക്ഷത്തിലാണെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഈ പറഞ്ഞ വാക്കുകളാണ്. ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ട്. എന്തായാലും നാളെയും തിരുവോണമാണ്. തിരുവോണ നാളിലും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് DYFI ജില്ലാ ആശുപത്രിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്.
യെസ്, അരുണോ സൂചിപ്പിച്ചതുപോലെ സങ്കടവും എന്താണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ ദിവസങ്ങളിൽ ഉത്രാടവും തിരുവോണവും ഒക്കെ വരുന്ന ഈ ഓണക്കാലത്ത് എവിടെ നോക്കിയാലും സന്തോഷത്തിൻ്റെ നല്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത്തരം കാഴ്ചകളാണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ഇന്നത്തെ ഒരു ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ്: നമ്മുടെ കേരളത്തിൻ്റെ ദേവസ്വം മന്ത്രി ആരാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകാം. അതിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 101 പേർക്ക് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകും. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജനാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിരുന്നു. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, വളരെ പ്രധാനപ്പെട്ട നിരവധി കേസുകളിൽ ഡോക്ടർ ഷേർലി വാസുവിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലെ പലപ്പോഴും അതൊക്കെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. വളരെ വിദഗ്ധമായ ഫോറൻസിക് വിദഗ്ധ, അതുപോലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു ഡോക്ടറായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയിലായിരുന്നോ? വിജയകുമാർ, ഇന്ന് രാവിലെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർ ഷേർലി വാസുവിന്റെ അന്ത്യം സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സമയം മുതൽ തന്നെ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അല്പസമയം മുമ്പാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഷേർലി വാസുവിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് കാഷ്വാലിറ്റിയിലാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടങ്ങൾ അത്തരത്തിൽ നോക്കുകയാണ്. പ്രധാനപ്പെട്ട കേസുകൾ ഉൾപ്പെടെ ഷേർലി വാസുവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ കൂടിയാണ് അവർ. കോഴിക്കോട്, തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ഏറെക്കാലം ഈ ഫോറൻസിക് വിഭാഗത്തിന്റെ HOD ആയിരുന്നു അവർ. കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ പ്രസിദ്ധയായ ഒരു ഫോറൻസിക് സർജനെയാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ എത്തിച്ചപ്പോൾ തന്നെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. വീട്ടിൽ അവശ്യനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 68 വയസ്സാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഫോറൻസിക് വിഭാഗം മേധാവിയാണ്. എന്തുതന്നെയായാലും ഇപ്പോൾ മൃതദേഹമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ് മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള മായനാടാണ് ഇവരുടെ വീട്. അങ്ങോട്ട് മാറ്റും എന്ന അറിയിപ്പാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ലഭ്യമായിട്ടുള്ളത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ ഷേർലി വാസുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ. അതിൽ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെയും ജഡപരിശോധനയുടെയും ജൈവശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും പഠനവിധേയമാക്കുന്ന ഒരു അപൂർവ ഗ്രന്ഥം എന്നാണ് ആ പുസ്തകത്തിന് നിരൂപകരുടെ ഒരു വിശേഷണവും അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വളരെ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിന് സമാനമായ സംഭവം കോഴിക്കോടും ഉണ്ടായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ പറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പോയ കായിക താരം ആദിലിനെ പോലീസ് മർദ്ദിച്ചു. ഹവാല പണമിടപാട് കേസിലെ പ്രതികളെ പിടികൂടാനെത്തിയ പോലീസാണ് മർദ്ദിച്ചത് എന്ന് ദുൽകിഫിൽ പറഞ്ഞു. പണം നൽകിയാണ് ആദിലിന്റെ പരാതി പോലീസ് ഒതുക്കി തീർത്തത്. മേപ്പയൂർ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നും ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. അവിടെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ക്യൂവിൽ നിന്ന ഈ സ്പോർട്സ് താരത്തിനെ അതിൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല, മെഡിക്കൽ കോളേജിൽ കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത് പോലീസിൻ്റെ ഓഫീസിൽ വെച്ചും അതോടൊപ്പം തന്നെ സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചും പുറത്ത് വെച്ചും എന്നെ ക്രൂരമായി മർദ്ദിച്ചു, എൻ്റെ ചെവിക്ക് സാരമായ പരിക്ക് പറ്റി എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനുകളിലെ കസ്റ്റഡി മരണങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. സ്റ്റേഷനുകളിലെ CCTVകൾ പ്രവർത്തനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. പോലീസ് സ്റ്റേഷനുകളിൽ CCTVകൾ സ്ഥാപിക്കാൻ കോടതി ഉത്തരവുണ്ടായിരുന്നു. പല സ്റ്റേഷനുകളിലും CCTVകൾ സ്ഥാപിച്ചിട്ടില്ല എന്നും ചിലയിടങ്ങളിൽ അത് പ്രവർത്തനരഹിതമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ 11 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ നടപടി.
ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന് എഫ്ഐആറിൽ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടികളെ നിരന്തരം ശല്യം ചെയ്തതിനും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതിനും വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. 5 പേരുടെ പരാതികളിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത 5 പേരും മൂന്നാം കക്ഷികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ ഇരകളാക്കപ്പെട്ടവരുടെ മൊഴിയില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിലാണ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. BNS 78(2), 351, പോലീസ് ആക്ട് 120 വകുപ്പുകളാണ് ചുമത്തിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെ: അല്ല, അതെല്ലാം പാർട്ടി എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇപ്പം ഞാൻ CLP ലീഡറാണ്, ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം, അല്ലേ? ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം. അത് എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ശരിയാണെന്നും തനിക്ക് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും BD സതീശൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഏത് നദി കരകവിഞ്ഞതോടെയാണ് ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം അയക്കാം. അതിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്ക് 24ഉം മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകും. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കനക്കുന്നു. തന്നെ മര്യാദ പഠിപ്പിക്കാൻ ദേവസ്വം മന്ത്രി VN വാസവനായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുൻകൂട്ടി സമയം തേടാതെയാണ് ക്ഷണിക്കാൻ പോയത് എന്ന VD സതീശന്റെ വാദം മന്ത്രി VN വാസവൻ നേരത്തെ തള്ളിയിരുന്നു. അതിനിടെ ശബരിമല സംരക്ഷണ സംഘവുമായി ബന്ധപ്പെട്ട് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം 20-ന് പമ്പയിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള വിവാദം കടുക്കുകയാണ്. UDF ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. സംഗമത്തിലേക്കുള്ള ക്ഷണം സംബന്ധിച്ച ദേവസ്വം മന്ത്രിയുടെ വിമർശനത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടിയുമായി എത്തി. ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. അത്ര ആയിട്ടില്ല. ആ മര്യാദ ഞാൻ ആര് വന്നാലും കാണുന്ന ആളാണ്, ആര് വന്നാലും. എന്നാൽ ക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാദം മന്ത്രി VN വാസവൻ തള്ളി. സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ബദൽ സംഗമം അവരുടെ സ്വാതന്ത്ര്യമെന്ന് മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തർക്ക് മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നായിരുന്നു BJP നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചത്. പരിപാടിയുടെ ഉദ്ദേശ്യശുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ ഭക്തന്മാരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്മേലും മതസ്വാതന്ത്ര്യത്തിന്മേലും അവർക്ക് ഉള്ള കയ്യേറ്റമാണ് ഭരണഘടനാദത്തമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ മൗലികാവകാശത്തിൻ്റെ ധ്വംസനമാണ്. ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി അറിയിച്ചു. നമ്മൾ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ മെയിൻ അന്നത്തെ പത്രക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭക്തജനങ്ങളുടെ കൂടെയാണ്. ഭക്തജനങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ലക്ഷ്യം ആചാരം സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക്. അപ്പം നമുക്ക് പറ്റുള്ള ഒന്നും ചിന്തയില്ല. ഈ മാസം 22-ന് പന്തളത്താണ് സംഘപരിവാർ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കേന്ദ്രത്തിന്റെ GST ഘടന പരിഷ്കരണത്തിലെ ലോട്ടറി നികുതി വർധനയിൽ പ്രതിഷേധവുമായി കേരളം. ആശ്വാസകരമായ തീരുമാനം പ്രതീക്ഷിച്ചെങ്കിലും തലക്കടിയേറ്റതുപോലെയായെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. 1.5 ലക്ഷത്തോളം പേരെ ഈ നടപടി ബാധിക്കും. നികുതി ഘടന പരിഷ്കരണം അപൂർണമെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. നികുതിഘടന പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നറിയിച്ച ധനമന്ത്രി KN ബാലഗോപാൽ നികുതി കുറയ്ക്കുന്നതിന്റെ ഗുണം സാധാരണ ആളുകൾക്ക്
കിട്ടണമെന്ന് പറഞ്ഞു. അതേസമയം ലോട്ടറിയുടെ നികുതി 28-ൽ നിന്നും 40% അംഗീകരിക്കാനാവില്ലെന്നും ധനമന്ത്രി. 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു സാധാരണക്കാരുടെ ജീവിത വരുമാന മാർഗമാണ്. അതുകൊണ്ട് അങ്ങനെ അത് കൊണ്ടുവരുത്. ഈ ടാക്സ് ഒന്നേ അതേ നിൽക്കണം. അല്ലെങ്കിൽ ഈ ലോട്ടറിയൊക്കെ സ്റ്റേറ്റുകളുടെ ടാക്സിൽ പോകണം. ടാക്സ് ഒന്നും കുറയ്ക്കുന്നില്ല, ഇതേ ടാക്സ് തന്നെ തുടരാം, സ്റ്റേറ്റുകൾക്ക് വിടണം. അത് കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല 40%-ലേക്ക് നിൽക്കുന്നു. അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പറയുകയും ചെയ്തു. ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, സിമന്റ്, ഇൻഷുറൻസ് എന്നീ 4 വിഭാഗങ്ങളിൽ മാത്രം 2500 കോടി രൂപ നഷ്ടം കേരളത്തിന് ഉണ്ടാകും. ആകെ 8000 മുതൽ 10000 കോടി രൂപയുടെ കുറവുണ്ടാകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ. ഇരട്ട നികുതി ഘടനയെ സ്വാഗതം ചെയ്ത മുൻ ധനമന്ത്രി പി ചിദംബരം വൈകിപ്പോയ തീരുമാനമെന്ന് പ്രതികരിച്ചപ്പോൾ നികുതി ഘടന അപൂർണമെന്നാണ് ജയറാം രമേശിന്റെ പ്രതികരണം. 33 ജീവൻ രക്ഷാ മരുന്നുകൾ, റൊട്ടി, പൊറോട്ട, പനീർ, വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പുതിയ നികുതി ഘടന. ഷാംപൂ, സോപ്പ് മുതൽ TV, ചെറുകാറുകൾ, 350 cc കുറവുള്ള ബൈക്കുകൾ, കാർഷികോപകരണങ്ങൾ, ജൈവ കീടനാശിനികൾ, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയ 30ഓളം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, കോള, ഇടത്തരം വലിയ കാറുകൾ എന്നിവയ്ക്ക് നികുതി വർദ്ധിക്കും. സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരും. 24 ഡൽഹി. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ വിഷയം വന്നെങ്കിലും വിശദമായ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ശമ്പള വർധനയിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടാണ്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും ബത്തയും കൂട്ടുന്നത് ഏറെക്കാലമായി സർക്കാരിന്റെ പരിഗണനയിലാണ്. ശമ്പള വർധനവിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നിലവിലുള്ള ശമ്പളവും ബത്തകളും 35% വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയായത്. ഓഗസ്റ്റ് 27 ചേർന്ന മന്ത്രിസഭാ യോഗം വിഷയം പരിഗണിച്ചെങ്കിലും മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ലഭിക്കുന്ന ശമ്പളം വിലയിരുത്തിയ ശേഷം വീണ്ടും പരിഗണിക്കാനാണ് ധാരണ. ഇതിനു മുമ്പ് 2018-ലാണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും അലവൻസും കൂട്ടിയത്. ശമ്പളവും അലവൻസും അടക്കം 97,429 രൂപയാണ് നിലവിൽ മന്ത്രിമാർക്ക് ലഭിക്കുന്നത്. കൂടാതെ കിലോമീറ്ററിന് 15 രൂപ യാത്രാബത്തയിൽ ലഭിക്കും. MLA-മാർക്ക് ശമ്പളവും അലവൻസും അടക്കം 70,000 രൂപയും കിട്ടുന്നുണ്ട്. MLA-മാർക്കും ഇന്ധനത്തിന് പണം ലഭിക്കും. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും കാലാനുസൃതമല്ല എന്നാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യുള്ള അഭിപ്രായം. നാട്ടിക MLA CC മൂന്ന് നേരിട്ട ജപ്തി ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശമ്പള വർധന ആവശ്യപ്പെടുന്നത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പള വർധന പ്രാബല്യത്തിൽ വരണമെങ്കിൽ നിയമസഭ ബില്ല് പാസാക്കണം. ഈ മാസം 15-ന് തുടങ്ങുന്ന സഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനാണ് നീക്കം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ മുട്ടത്തെ വീട്ടിലേക്ക് തട്ടിപ്പിന് ഇരയായവരുടെ പ്രതിഷേധം. ഉത്രാട ദിനത്തിൽ നടു റോഡിൽ പ്രതീകാത്മകമായി ഇല വിരിച്ച് കല്ല് വിളമ്പിയായിരുന്നു പ്രതിഷേധം. അനന്തു കൃഷ്ണന്റെ സഹോദരിയുടെ വീടിന് മുന്നിൽ പ്രതിഷേധക്കാരും കുടുംബാംഗങ്ങളും തമ്മിൽ നേരിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റി. അടുത്തത് ഓണക്കോടി സ്വന്തമാക്കാനുള്ള ചോദ്യത്തിലേക്കാണ്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം അവസാനമായി വർദ്ധിപ്പിച്ചത് ഏത് വർഷമാണ്? സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24ഉം മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ KSRTC ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. തേവലക്കര പൈപ്പുമുക്ക് പ്രിൻസ് വില്ലയിൽ പ്രിൻസ് തോമസ്, മക്കളായ അൽക്ക, അതുൽ എന്നിവരാണ് മരിച്ചത്. പ്രിൻസിന്റെ ഭാര്യയും മറ്റൊരു മകളും ചികിത്സയിലാണ്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന ബസ് എതിർദിശയിൽ വന്ന താർ ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീപ്പിനുള്ളിലുണ്ടായിരുന്ന 3 പേരും തൽക്ഷണം മരിച്ചു. തേവലക്കര പൈപ്പുമുക്ക് പ്രിൻസ് വില്ലയിൽ പ്രിൻസ് തോമസ്, മക്കളായ അൽഖ, അതുൽ എന്നിവരാണ് മരിച്ചത്. പ്രിൻസിന്റെ ഭാര്യ ബിന്ധ്യ, മകൾ ഐശ്വര്യ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ഐശ്വര്യയുടെ നില ഗുരുതരമാണ്. ഭാര്യ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങുമ്പോഴായിരുന്നു അപകടം. ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് പ്രിൻസിനെ പുറത്തെടുത്തത്.
ജീപ്പിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബസ്സിനുള്ളിലുണ്ടായിരുന്ന 20 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഓച്ചിറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ച അതുൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും അൽക്ക LKG വിദ്യാർത്ഥിയുമാണ്. പരിക്കേറ്റ ഐശ്വര്യ +2 വിദ്യാർത്ഥിനിയാണ്. 24 കൊല്ലം. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 2024 മീഡിയ അവാർഡ്സിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം 24-ന്. മികച്ച ക്യാമറാമാനുള്ള പ്രത്യേക പരാമർശത്തിന് 24 പ്രതിനിധി രാജേഷ് വെള്ളരിക്കുണ്ട് അർഹനായി. ഈ മാസം 7-ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. നോക്കാം കാലാവസ്ഥ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.